സിനിമാ നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടൻ ജഗദീഷ് മത്സരിച്ചേക്കും. താരങ്ങളുടെ പിന്തുണ ജഗദീഷ് തേടിയിട്ടുണ്ട്. ശ്വേതാ മേനോനും മത്സരിക്കും. നടൻ രവീന്ദ്രനും മത്സര രംഗത്തുണ്ട്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരി, നേരത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജഗദീഷ് വന്നേക്കും എന്ന രീതിയിൽ കഴിഞ്ഞ വർഷം വാർത്തകൾ ഉണ്ടായിരുന്നു. അമ്മ ഭരണസമിതി പിരിച്ചുവിടുന്ന സമയത്ത് തലപ്പത്തേക്ക് ജഗദീഷ് എത്തുമെന്ന് ഇതിനു മുൻപും ഇങ്ങനെ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. പക്ഷേ അന്നൊന്നും ഇത് നടന്നിരുന്നില്ല. ഇത്തവണ പക്ഷേ മത്സരം നടക്കുമ്പോൾ ജഗദീഷ് ഉണ്ടാകും എന്നുള്ള വ്യക്തമായ വിവരമാണോ കിട്ടുന്നത്? മഞ്ജുഷ്, അത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ചർച്ചയിൽ ജഗദീഷിന്റെ പേരുകൾ എപ്പോഴും ഉയർന്നു കേട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ജഗദീഷ് അമ്മയിലെ താരങ്ങളിൽ നിന്നും പിന്തുണ തേടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. 3 ചേരികളായിട്ട് തന്നെ ഇപ്പോൾ അമ്മ മാറിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. കൃത്യമായി അമ്മയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനത്തിൽ പല കുറിയായിട്ട് പല പ്രശ്നങ്ങളും ഇതിനിടയിൽ തന്നെ ജനറൽ കമ്മിറ്റി, ജനറൽ ബോഡി മീറ്റിംഗുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായി തന്നെ ജഗദീഷ് മത്സര രംഗത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ശ്വേതാ മേനോൻ, രവീന്ദ്രൻ തുടങ്ങിയവരും ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫോമുകളുടെ കണക്കുകൾ ഒക്കെ നടക്കുകയാണ്. രവീന്ദ്രൻ ഇതിനിടയിൽ 6 ആപ്ലിക്കേഷൻ ഫോമുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ മത്സരിക്കുമെന്ന് രവീന്ദ്രൻ 26-ാം തീയതി, അതായത് മറ്റന്നാൾ അറിയിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് 15 വളരെ കൃത്യമായ ഒരു ദിവസം. ആ ദിവസം വളരെ നിർണായകവും കൂടിയാണ്. അതിനിടയിൽ പേരുകളൊക്കെ തന്നെ സജീവമായി ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 വിഭാഗങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 വിഭാഗങ്ങളിലായിട്ട് അമ്മയിൽ മത്സരരംഗം നടക്കുന്നുണ്ട്. അത് വളരെ സജീവമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഒന്ന്, അമ്മയിലെ പെൺമക്കൾ എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് അമ്മയിലെ തന്നെ പ്രധാനപ്പെട്ട സ്ത്രീകൾ ചേർന്നൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ നിന്നും പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഉയർന്നു വരാനൊരു സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേര് നവ്യ നായരുടേതാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായരുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. നവ്യ അങ്ങനെ അമ്മയിലെ താരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംസാര വിഷയം. മറ്റൊന്ന്, ശ്വേതാ മേനോൻ, ബൈജു സന്തോഷ് എന്നിവരുള്ള ഒരു ചേരിയാണ്. ശ്വേത ഇതിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട്. ബൈജു സന്തോഷ് അപ്രതീക്ഷിതമായി മത്സര രംഗത്തേക്ക് കടന്നു വരാനൊരു സാധ്യതയുണ്ടെന്ന് കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. മറ്റൊരു വിഭാഗമാണ് രവീന്ദ്രൻ, കുക്കു പരമേശ്വരൻ എന്നിവരടങ്ങുന്ന ഈ ഒരു സംഘം. അങ്ങനെ ഈ 3 ചേരികളായി അമ്മയിൽ തന്നെ ഒരു വലിയ വിഭാഗീയത നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒറ്റയാൾ പോരാട്ടവുമായിട്ട് ഇടവേള ബാബുവും എത്തുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ അലങ്കോലമായി കിടക്കുന്ന ഇന്നല്ലേ അവസാന തീയതിയിലെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി ഇന്നാണ് അവസാനിക്കുന്നത്. 26-ാം തീയതിയാണ് കൃത്യമായ അവസാന ദിവസമായിട്ട് കാണുന്നത്. ഏതൊക്കെ ആർക്കൊക്കെ എവിടെയൊക്കെ മത്സരിക്കാമെന്നുള്ളത് സമർപ്പിക്കാനുള്ള അവസാന ദിവസം 26-ാം തീയതിയാണ്. അതിനിടയിൽ സസ്പെൻസുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് പുതിയ താരങ്ങൾ, നമ്മൾ ഇതുവരെ കേൾക്കാത്ത താരങ്ങളെ തന്നെ മത്സരരംഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ ജോയ് മാത്യു ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നല്ലേ, അദ്ദേഹം എന്തായാലും മത്സരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, പറയുന്നുണ്ട്. അതെ, ജോയ് മാത്യു മത്സരരംഗത്തേക്ക് ഉണ്ടാവും. അങ്ങനെ ഒറ്റയാൾ പോരാട്ടവുമായിട്ടും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ആരോപണ വിധേയരായ താരങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്നൊരു വിഭാഗം പറയുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം താരങ്ങളുമുണ്ട്. അങ്ങനെ മത്സരരംഗം വളരെ ചൂടായിട്ട് തന്നെ അമ്മ സംഘടനയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്തായാലും മോഹൻലാൽ മത്സരരംഗത്തേക്ക് തുടരില്ല. കാരണം മറ്റുള്ളവർ ചെയ്യുന്ന പഴിയും കൂടെ താൻ കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെന്ന് മോഹൻലാൽ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ താൻ മത്സരരംഗത്തേക്ക് എന്തായാലും ഇല്ല, താൻ പിന്മാറുകയാണ് എന്ന് മോഹൻലാൽ കൃത്യമായി, അത് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ തന്നെ മോഹൻലാൽ മത്സരിക്കില്ല എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം തന്നെ വരികയാണ്. മോഹൻലാൽ എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കില്ല. പക്ഷേ പേരും കേട്ടിരുന്നുവല്ലോ, കുഞ്ചാക്കോ ബോബൻ പ്രസിഡന്റ്, കുഞ്ചാക്കോ ബോബൻ, വിജയരാഘവൻ തുടങ്ങിയ അതെ കുഞ്ചാക്കോ ബോബൻ, വിജയരാഘവൻ തുടങ്ങിയ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇവരെല്ലാം പക്ഷേ ആപ്ലിക്കേഷൻ ഫോമുകളുമായി അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഒന്ന് ജഗദീഷ്, ശ്വേതാ മേനോനാണ്. പക്ഷേ ഇവരെല്ലാം വെവ്വേറെ ചേരികളിൽ നിന്നാണ് മത്സരിക്കുന്നത്. അതായത് പിന്തുണ നേടുന്നത് പല താരങ്ങളിൽ നിന്നാണ്. അങ്ങനെ പല വിഭാഗീയതകളും ഈ അമ്മ സംഘടനയിൽ ഇടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ ഇതുവരെ ആരോപണങ്ങളൊന്നും കേൾക്കാത്ത താരങ്ങൾ മുന്നോട്ട് വരട്ടെ എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. കാരണം ഭാരവാഹി പട്ടികയിൽ ഭാരവാഹികളായി നിൽക്കുന്നവർ അവരുടെ പേരിൽ ഒരു ആരോപണം ഉണ്ടാകരുത് എന്നുള്ളൊരു പേരിൽ നിന്ന് ശക്തമായി നിൽക്കുന്നത് കൊണ്ടാണ് കുഞ്ചാക്കോ ബോബന്റെയും വിജയരാഘവന്റെയും പേരുകൾ ഉൾപ്പെടെയുള്ളവർ, പല താരങ്ങളും ഉൾപ്പെടെ അവരുടെ പേരുകൾ മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ എന്തായാലും ഓരോരോ ആളുകളെ രംഗത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത സ്ത്രീകളെല്ലാവരും ചേർന്നൊരു കൂട്ടായ്മയായിട്ട് കൂടി ഈ ഭാരവാഹിയിലേക്ക് വരാനൊരു സാധ്യത ഉണ്ട്. പക്ഷേ ഒരു ആവേശമില്ല എന്ന രീതിയിലായിരുന്നു ആദ്യ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ. പ്രധാനപ്പെട്ട താരങ്ങൾ ആരും നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നില്ല. ഇപ്പോൾ ജഗദീഷും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടില്ലല്ലോ അല്ലേ? ഇതിപ്പോൾ അഭ്യൂഹം മാത്രമാണോ അതോ അദ്ദേഹത്തിന്റെ തീരുമാനം വന്നിട്ടുണ്ടോ? ഇല്ല മഞ്ജുഷ, ഇതൊരു അഭ്യൂഹം മാത്രമാണ്. നിലവിൽ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല. പക്ഷേ ജഗദീഷിന്റെ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെയാണ്. അത് വളരെ ചൂടേറിയ ചർച്ചയായി തന്നെ അമ്മ എന്ന സംഘടനയിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പും പല തവണയായി ജഗദീഷിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ പോലും ജഗദീഷ് അത് തള്ളിക്കളഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ജഗദീഷിന്റെ പേര് ഉയർന്നു കേൾക്കുന്ന ഒരു സാധ്യതയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ
സമർപ്പിക്കാനുള്ള സാധ്യത, നാമനിർദ്ദേശ പത്രിക പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ജഗദീഷിന്റെ പേര് ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യത്തിലും കൂടി നിലവിൽ എത്തുന്നത്. അതിന് ജഗദീഷിന് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളതാണ് അമ്മയിൽ നടക്കുന്ന ചർച്ചകൾ. അതോടൊപ്പം തന്നെയാണ് ഒരു വനിതയെ, അതും അമ്മയുടെ പെൺമക്കൾ എന്ന രീതിയിൽ ഒരു വാട്സാപ്പ് കൂട്ടായ്മ സൃഷ്ടിച്ച് അതിനകത്ത് നിന്ന് നവ്യ നായരെ പോലൊരു താരത്തെ കൊണ്ടുവന്ന് അവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നവ്യയ്ക്ക് വേണ്ടി പിന്തുണ നൽകുക എന്നുള്ളൊരു നീക്കവും കൂടി അമ്മ സംഘടനയിൽ നടക്കുന്നുണ്ട്. ഇതും അഭ്യൂഹങ്ങളാണ്, പക്ഷേ അതും ചർച്ചകൾ സജീവമായി നടക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ് നിലവിൽ നിൽക്കുന്നത്. അതിനിടയിലാണ് ഒറ്റയാൾ പോരാട്ടമായിട്ട് ആരുടെയും പിന്തുണ അങ്ങനെ ചോദിച്ചു വാങ്ങാതെ താനും മത്സരിക്കുന്നു എന്ന രംഗത്ത് നിന്നുകൊണ്ട് ജോയ് മാത്യുവും ഇടവേള ബാബുവും തുടങ്ങിയ താരങ്ങളും രംഗത്തെത്തുന്നത്. എന്തായാലും വളരെ ചൂടേറിയ ചർച്ചകൾ നിൽക്കുകയാണ്. ഇപ്പോഴും ആരൊക്കെയാണ് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതകൾ വരുന്നില്ലെങ്കിൽ പോലും നാമനിർദ്ദേശ പത്രിക നൽകിയത് ഏതാണ്ട് ഇന്നത്തോടു കൂടി അറിയാൻ കഴിയും ആരൊക്കെയാണ് അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്, ആരായിരിക്കും താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നീ പദവികളിലേക്ക് എത്തുക എന്നുള്ളത്. പ്രധാനപ്പെട്ട താരങ്ങൾ ആരും തുടക്ക സമയത്ത് നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നില്ല. പക്ഷേ ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. അദ്ദേഹം മത്സരിക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത്. മറ്റ് നടീനടന്മാരുടെ പിന്തുണ അദ്ദേഹം തേടിയിട്ടുണ്ട്. എന്തായാലും വാശിയേറിയ മത്സരം അമ്മയിൽ നടക്കുവാനാണ് സാധ്യത. ഓഗസ്റ്റ് 15-നാണ് അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ്.